ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം 2025 ഒക്ടോബർ മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെ വരുന്ന നക്ഷത്രങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഒരു സമയം 2025 ഒക്ടോബറിൽ ആദിത്യൻ കന്നി തുലാം രാശികളിൽ സഞ്ചരിക്കുന്ന സമയം. അത്തം ചിത്തിര ചോതി ഞാറ്റുവേലകൾ സംഭവിക്കുന്നുണ്ട്. കന്നി 31-ന് അതായത് ഒക്ടോബർ 17-ന് തുലാസംക്രമം നടക്കുന്നു. തുലാം രാശി ആദിത്യൻ്റെ നീചരാശിയാണെന്ന് കൂടി ഓർമ്മിക്കുക. ചന്ദ്രസഞ്ചാരം തുടക്കത്തിൽ വെളുത്ത പക്ഷത്തിലായിരിക്കും. ഒക്ടോബർ 6, 7 തീയതികളിലായിട്ടാണ് പൗർണമി വരുന്നത്. തുടർന്ന് കൃഷ്ണപക്ഷം ആരംഭിക്കും. ഒക്ടോബർ 20-ന് നരക ചതുർത്ഥി അഥവാ ദീപാവലി ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. വ്യാഴം ഒക്ടോബർ 18-ന് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. 50 ദിവസം, ആ ഒരു സമയത്തിനുള്ളിൽ 45-50 ദിവസം മാത്രമുള്ള ഒരു ചെറിയ രീതിയിലുള്ള രാശിമാറ്റമാണ്. ആ ഒരു ചെറിയ സഞ്ചാരം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്നത്. ശനി മീനം രാശിയിൽ വക്രഗതിയിൽ തന്നെ തുടരുന്നൊരു സമയം. ഒക്ടോബർ 2-ന് ശനി ഉത്രട്ടാതിയിൽ നിന്നും പൂരുരുട്ടാതി നക്ഷത്രം അതിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ചൊവ്വ ഒക്ടോബർ 27 വരെ തുലാം രാശിയിലും തുടർന്ന് വൃശ്ചികത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ ഒക്ടോബർ 2-ന് തുലാം രാശിയിലേക്കും 24-ന് വൃശ്ചികത്തിലേക്കും പ്രവേശിക്കും. ബുധന് 2-ാം തീയതി മുതൽ മൗഢ്യം ഉണ്ടാവുന്നതില്ല. ശുക്രൻ തുടക്കത്തിൽ ചിങ്ങം രാശിയിലായിരിക്കും. ഒക്ടോബർ 9-ന് കന്നി രാശിയിൽ പ്രവേശിക്കും. ശുക്രൻ്റെ നീചരാശിയാണ് കന്നി എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ 2, 1 പാദങ്ങളിലായിട്ട് തുടരും. കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങളിലായിരിക്കും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഗ്രഹനിലയെ മുൻനിർത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 9 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും 2025 ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണമായിട്ടുള്ള ഫലം ഇവിടെ പറയുന്നത്. അശ്വതിക്കാണെങ്കിൽ ആദിത്യൻ 6, 7 രാശികളിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. തൊഴിൽ പരമായിട്ടുള്ള വളർച്ച പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത, ആ രീതിയിൽ അല്ലെങ്കിൽ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലുള്ള ഒരു ധൈര്യം, മിടുക്ക് എന്നിവ ഉണ്ടാകും. വേതന വർധനവ്, അധികമായിട്ടുള്ള വരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഉയർച്ച, പദവിയിൽ ഉയർച്ച എന്നിവയൊക്കെ വന്നു ചേരുന്നൊരു സമയം. വരുന്ന എതിർപ്പുകളൊക്കെ നിഷ്പ്രയാസം വിസ്മരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വ്യാഴം 3-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. മാസത്തിൻ്റെ അവസാന പകുതിയിൽ ഗൃഹസമാധാനമുണ്ടാവും. ഈ ഒരു സമയം മുതലും ഉണ്ടാകാം. എന്നാലും കൂടുതലായിട്ടും മാസത്തിൻ്റെ അവസാനം 3-ാമത്തെ പകുതിയിലാണ് സമാധാനപരമായിട്ട് കുടുംബഗൃഹ അന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. പുതിയതായിട്ട് വാഹനം വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കുവാനും കയറി താമസിക്കുവാനും സാധിക്കും. യാത്രകൾ കുറച്ച് വർദ്ധിക്കുന്നൊരു സമയമാണ്. എന്നിരുന്നാൽ തന്നെ ആ യാത്രകൾ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. മാനസികപരമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ട് വരുന്നൊരു സമയം. ചൊവ്വ മാസാന്ത്യം വരെ 7-ാം ഭാവത്തിൽ സഞ്ചാരം തുടരും. പ്രണയാനുഭവങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. കൂട്ടു ബിസിനസ് മൂലം മെച്ചം ഉണ്ടാകണമെന്നില്ല. വിദേശയാത്രകൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വന്നു ചേരാവുന്നൊരു സമയം കൂടിയാണ്. തുടർന്ന് ഭരണി നക്ഷത്രം. ഗ്രഹങ്ങൾ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഇഷ്ടഭാവത്തിലാണ് രാഹുവും. ഒക്ടോബർ 17 വരെ ആദിത്യനും. തൊഴിൽ രംഗത്ത് വലിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വരാനിടയില്ല. സ്വന്തം വാക്കുകൾക്ക് ആദരം ലഭിക്കുന്നതായിരിക്കും. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റം, ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ എന്നിവയിലൊക്കെ തുടരുവാൻ സാധിക്കും. ശനിക്ക് വക്രഗതി തുടരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ വന്നു ചേരും.
ശാരീരികപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. നക്ഷത്രാധിപനായിട്ടുള്ള ശുക്രൻ്റെ നീചസ്ഥിതി ആത്മവിശ്വാസം കുറച്ചൊന്ന് കുറയ്ക്കുവാൻ കാരണം ആകും. അതോടൊപ്പം തന്നെ 7-ാം ഭാവത്തിൽ തുടർന്ന് ചൊവ്വയുടെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യവും ആ ഒരു സാഹചര്യങ്ങളും കൂടെ വന്നു ചേരുമ്പോൾ പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവണമെന്നില്ല. ദാമ്പത്യത്തിൽ ചെറിയ പിണക്കങ്ങൾ കൂടുകയും ഇണക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം. സാമ്പത്തിക ഞെരുക്കം വലുതായിട്ടുണ്ടാവുകയില്ല. സുഹൃത്ത് ബന്ധം ഗുണപ്രദമായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധുത്വപരമായിട്ടും ആശ്വാസം ഉണ്ടാവുന്നൊരു സമയം തന്നെയായിരിക്കും. തുടർന്ന് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ഒരു ഉന്മേഷം, ധൈര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം അതൊക്കെ തൊഴിൽപരമായിട്ട് കൂടി തെളിയിച്ചെടുക്കുവാൻ സാധിക്കും. ആസൂത്രണപരമായിട്ടുള്ള മികവെല്ലാം മേലധികാരികൾ അംഗീകരിക്കപ്പെടും. തടസ്സങ്ങൾ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചിലതൊക്കെ വേണ്ടാന്ന് വയ്ക്കുവാനും അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കുവാനും ഒക്കെയുള്ള ഉത്സാഹമൊക്കെ വന്നു ചേരും. വ്യാപാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യുന്ന പുതിയ തീരുമാനങ്ങളൊക്കെ ഫലം കാണും. പരസ്യം ചെയ്യുന്നത് മൂലം തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടൊക്കെ പരസ്യം ചെയ്യുന്നത് മൂലമൊക്കെ പ്രയോജനമുണ്ടാകും. ഗൗരവമുള്ള വിഷയങ്ങളിൽ സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനങ്ങളുണ്ടാക്കും. ആദിത്യൻ അനുകൂല അവസ്ഥയിൽ വന്ന് നിൽക്കുന്നതിനാൽ തന്നെ അധികാരികൾ സൗഹാർദ്ദം കൈക്കൊള്ളും എന്നുള്ളതാണ്. വാസസ്ഥാനം അല്ലെങ്കിൽ ഗൃഹം മോടി പിടിപ്പിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സമയം ചെറിയൊരു മന്ദത വരുവാനുള്ള അല്ലെങ്കിൽ അലസത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചെറുപ്പക്കാർക്കാണെങ്കിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനാകും. പ്രണയകാര്യങ്ങളിൽ ഇടയ്ക്കിടെ ഉത്കണ്ഠ വരുന്ന ഒരു സമയവും. ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കരുതലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ് കാർത്തിക നക്ഷത്രം. തുടർന്ന് വരുന്നത് രോഹിണി നക്ഷത്രമാണ്. ആദിത്യ സഞ്ചാരം തൊഴിൽ രംഗത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ തന്നെ 6-ാം ഭാവത്തിൽ ചൊവ്വയും ആദിത്യനും ഒന്നിക്കുന്നത് കുറച്ചൊക്കെ പ്രയോജനകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ഒക്ടോബർ 18 മുതൽ വ്യാഴം 3-ാം സ്ഥാനത്തേക്ക് മാറുന്നത് ഗുണത്തെയും ദോഷത്തെയും ഒക്കെ കൊണ്ടുതരും എന്നുള്ളത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പ്രധാന തീരുമാനങ്ങളിൽ കരുതൽ എടുത്ത് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അങ്ങനെയുള്ള ഒരു തിടുക്കം ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും ഉചിതം. പുതിയ ജോലി കിട്ടിയിട്ട് നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ധനപരമായിട്ടുള്ള അച്ചടക്കം, ധനവ്യയം നടത്തുമ്പോഴുള്ള അച്ചടക്കം ഉണ്ടായിരിക്കണം. മക്കളുടെ വിവാഹം അല്ലെങ്കിൽ പഠന കാര്യങ്ങളിലൊക്കെ കരുതി വച്ചിരുന്ന ധനം മറ്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിക്കപ്പെടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. സമൂഹത്തിലെ ഉന്നതരുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. സഹോദരൻ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്നതായിരിക്കും. ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയേക്കാം. പ്രണയബന്ധത്തിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തുടർന്ന് മകയിരം നക്ഷത്രം. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും. പരിശ്രമങ്ങളെ അധികാരികൾ അംഗീകരിക്കും. സഹപ്രവർത്തകർക്ക് ഉചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനാവും. രഹസ്യ സ്വഭാവമുള്ള നിക്ഷേപങ്ങളോ അവിഹിത സമ്പാദ്യമോ ഒക്കെ വന്നു ചേരുന്നൊരു സമയം. പഠനത്തിൽ ഏകാഗ്രത പുലർത്തും. ഹ്രസ്വകാല ചെറിയ കോഴ്സുകളിലൊക്കെ ചേർന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതായിരിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കും. ഗാർഹികപരമായിട്ടുള്ള സമാധാനം ഈ ഇടവക്കൂറുകാർക്ക് കുറയുകയില്ല എന്ന് തന്നെ പറയാം. ഭൂമിയിൽ നിന്നും ആദായം വരും. കൃഷിപരമായിട്ട് ആദായം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. മിഥുനക്കൂറുകാരുടെ കുടുംബത്തിൽ അനൈക്യം ഉണ്ടാകും. മകൻ്റെ ശാഠ്യം, മനക്ലേശം ഉണ്ടാക്കുവാൻ സാധിക്കും. അനുരാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതു സംരംഭങ്ങൾ അവസാനഘട്ട ഒരുക്കത്തിലേക്ക് കടക്കും. ജീവിതശൈലി രോഗങ്ങളിൽ കരുതലുകൾ ഉണ്ടാവണം. ഭക്ഷ്യ അണുബാധ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുഡ് പോയ്സൺ പോലെയുള്ള പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ജീവിതശൈലികളിൽ ആരോഗ്യ കാര്യങ്ങളിലും ആഹാര കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ ഉണ്ടാവേണ്ട സമയമാണ്. തുടർന്ന് തിരുവാതിര നക്ഷത്രം. ആദിത്യൻ, ശനി, രാഹു, ചൊവ്വ തുടങ്ങിയ പാപഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിലാണ്. പലതരം സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ
എടുക്കാതിരിക്കുക. ഒന്നുകൂടി ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് അത് ഇപ്പോഴത്തിന് മാറ്റി വേറൊരു സമയത്തിലേക്ക്, നല്ലൊരു സമയത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതായിരിക്കും നല്ലത്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അച്ചടക്കമുണ്ടായിരിക്കേണ്ടതാണ്. സിവിൽ പരമായിട്ടോ ക്രിമിനൽ പരമായിട്ടോ ഉള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ബലം കിട്ടാൻ ഇടയില്ല. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. അഭിമുഖ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂകളിലൊക്കെ ശോഭിക്കുവാൻ സാധിക്കുമെങ്കിലും ആ ഇൻ്റർവ്യൂവിൻ്റെ ഫലം ഒരുപാട് കാലതാമസം എടുത്തായിരിക്കും അതിൻ്റെ ഫലം അറിയുവാൻ സാധിക്കുന്നത്. 2ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നതിനാൽ ഒക്ടോബർ 18 ശേഷം ഗുണപരമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കാം. ധനവരവ് സാധാരണ രീതിയിലുണ്ടാവും. നിലപാടുകൾ അല്ലെങ്കിൽ വാക്കുകൾ സ്വീകാര്യമുള്ളതായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. കർമ്മരംഗത്തെ ബാധിച്ചിരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആലസ്യം അകന്നു പോകുന്നതാണ്. പുതിയ ജോലി അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ മേന്മ ഉണ്ടാകുന്ന അതിനുള്ള സാധ്യതകളും ഉണ്ട്. തുടർന്ന് പുണർതം നക്ഷത്രമാണ്. കരുതിയതുപോലെ തന്നെ പലതും പ്രവർത്തിക്കാനായേക്കുകയില്ല. എളുപ്പം കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കില്ല. സാമ്പത്തികപരമായിട്ടുള്ള വരവ് അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ്സ് മെച്ചപ്പെടുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് പ്രധാനമായിട്ടും കടബാധ്യതകൾ പരിഹരിക്കാനാവും. ഒപ്പമുള്ളവരുടെ നിർബന്ധശീലം തൻ്റെ സ്വാതന്ത്ര്യത്തെ തന്നെ തടസ്സപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ടാവും. മെച്ചപ്പെട്ട ജോലിക്കുള്ള ശ്രമം വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനത്തിന് അവസരമുണ്ടാകും. കരാർ വ്യവസ്ഥകൾ അറിയാൻ ശ്രമിക്കണം. വ്യവസ്ഥകൾ നല്ലപോലെ അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കരാറിൽ ഒപ്പുവയ്ക്കുവാൻ ശ്രമിക്കുക. കലാകായിക പരമായിട്ടുള്ള പഠനങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. വസ്തു വാങ്ങുന്ന കാര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാവും. നീണ്ടകാലത്തെ വായ്പകളൊക്കെ അടച്ചു തീർക്കുവാൻ സാധിക്കും. നേതൃപദവികളിലേക്ക് ക്ഷണം ഉണ്ടാകും. എന്നാൽ തന്നെ അത് സ്വീകരിക്കണമെന്നില്ല. അമിതമായിട്ടുള്ള ഉത്സാഹങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തുടർന്ന് പൂയം നക്ഷത്രം. തൊഴിൽപരമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. ദുർഘടമായിട്ടുള്ള ചുമതലകൾ കൃത്യതയോടെ പൂർത്തിയാക്കുവാൻ സാധിക്കും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്കായിട്ട് ശ്രമം നടത്തുന്നവർക്ക് നിരാശപ്പെടില്ല. ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് പരമായിട്ട് വരുമാനം വർദ്ധിക്കുന്നതാണ്. മത്സരാധിഷ്ഠിതമായിട്ടുള്ള കരാറുകളിൽ നേട്ടമുണ്ടാകും. ചൊവ്വ 4-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഗൃഹത്തിൽ അനൈക്യം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കെട്ടിടം പണി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൂടുതൽ ധനം ആവശ്യമായി വരും. കടബാധ്യതയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തനം മനസ്സോടെ തന്നെ തുടരും. വ്യാഴം ജന്മരാശിയിലേക്ക് വന്നു ചേരുന്നത് കൊണ്ട് തന്നെ ഒക്ടോബർ 18 മേൽ സ്ഥാന ചലനത്തിന് സാധ്യതയുണ്ട്. അനുരാഗികൾക്ക് ബന്ധം ദൃഢമുള്ളതായിത്തീരും. ഭാവിയുമായി സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളേണ്ട ഒരു സാഹചര്യവും വന്നു ചേരും. തുടർന്ന് ആയില്യം നക്ഷത്രമാണ്. പണച്ചെലവ് ഏറുന്ന കാലമായിരിക്കും. വരവിനേക്കാൾ ഉണ്ടായി വരുന്നൊരു കാലമായിരിക്കും. ഗൃഹത്തിലും വാഹനത്തിനുമൊക്കെ അറ്റകുറ്റപ്പണി വന്നേക്കാം. ജോലിയിൽ ഉറച്ച് നിൽക്കും എന്ന് തന്നെ പറയാം. തൊഴിൽ തേടുന്നവർക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാൻ ഇടയുണ്ട്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അത് ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. ബന്ധുക്കളുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കരുതലോടെ വേണം ചെന്ന് ഇടപെടുവാൻ. കാര്യം എന്ന് വെച്ചാൽ മുൻ തീരുമാനങ്ങളിലൊക്കെ മാറ്റം വരാം. ദൈവീകപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യാനൊക്കെ സന്ദർഭം വന്നെത്തും. വായ്പകളുടെ തിരിച്ചടവിൽ തടസ്സം വരുന്നതാണ്. രോഗാവസ്ഥയിലുള്ളവർക്ക് തുടർ ചികിത്സ ആവശ്യമായിട്ട് വരും. മക്കളുടെ വിവാഹ കാര്യത്തിൽ പ്രതീക്ഷിച്ച തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അധികാരികളോട് വിരോധാവസ്ഥയിൽ നിൽക്കുന്നത് കരുതലോടെ വേണം. പ്രണയ അനുഭവങ്ങൾ സന്തോഷമുണ്ടാക്കുന്നൊരു സമയമാണ്. വ്യാഴം ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ സമ്മിശ്ര ഫലങ്ങൾക്കാണ് സാധ്യത കാണുന്നത്.
തുടർന്ന് വരുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്ര ജാതകർക്ക് ജന്മത്തിൽ കേതുവും ശുക്രനും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ദേഹസുഖം കൂടുകയും ചിലപ്പോൾ കുറയുകയൊക്കെ ചെയ്യാം. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഭൗതിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ വരാം. 3-ാം ഭാവത്തിലെ ചൊവ്വ മനക്കരുത്തുണ്ടാക്കിത്തരും. മുൻപ് പരിശ്രമിച്ചിട്ടും നേടാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം അനായാസം ചെയ്തു തീർക്കുവാൻ സാധിക്കും. ബുധൻ 2-ൽ നിൽക്കുന്നതും ബുദ്ധിപൂർവം സംസാരിക്കും. ജാതകർക്ക് ബുദ്ധിപൂർവം സംസാരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ആശയപ്രകാശനം അഭിനന്ദിക്കപ്പെടുന്നൊരു സമയമായിരിക്കും. ബുദ്ധി, അറിവ് ഉപയോഗിച്ചിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്നതായിരിക്കും. അധികാരികളിൽ നിന്നും അനുഭാവം കുറയും എന്നുള്ളതാണ്. 11-ലെ വ്യാഴം 12-ൽ സഞ്ചരിക്കുകയാൽ ഒക്ടോബർ 18-ന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കുറച്ച് കരുതൽ ഉണ്ടായിരിക്കണം. അതായത് ദാമ്പത്യത്തിലെ സ്ഥിരം പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ആരോഗ്യ പരിപാലനത്തിൽ കുറച്ച് ശ്രദ്ധയുണ്ടാകണം. പ്രത്യേകിച്ച് മകം നക്ഷത്ര ജാതകരായിട്ട് വരുന്ന വയോജനങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. തുടർന്ന് വരുന്നത് പൂരം നക്ഷത്രമാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുകൂലവും പ്രതികൂലവും ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. വിദ്യാഭ്യാസത്തിൽ ഉണർവുണ്ടാകും. ഹ്രസ്വകാല കോഴ്സുകൾ ഭാവിയിൽ ഗുണകരമായിട്ട് ഭവിക്കും. കലാസാഹിത്യ രംഗത്ത് തിരിച്ചുവരവിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇപ്പോൾ നിലവിലെ കൂട്ടുകെട്ടുകളൊന്നും ഗുണകരമായിട്ടുള്ള അവസ്ഥയിലെത്തില്ല. ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് വേതന വർധനവിന് സാധ്യത കുറവാണ്. തൊഴിൽ സ്ഥാനത്തും സമാധാനം കുറയും. പുതിയ ജോലി കിട്ടുവാൻ അല്പം കാത്തിരിക്കേണ്ട സ്ഥിതിയിലായിരിക്കും കാര്യങ്ങൾ വരുന്നത്. ബിസിനസ്സിലെ നിലവിലെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഭൂമിപരമായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരും. വസ്തുവിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. കരാർ, കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും. ഒക്ടോബർ 18-ലെ വ്യാഴമാറ്റം 12-ാം രാശിയിലേക്ക് ആവുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മെച്ചമുണ്ടാവുകയും ചെയ്യും. ഉത്രം നക്ഷത്രം ഉന്മേഷവും ഉണർവും കൂടിയതും കുറഞ്ഞും അനുഭവപ്പെടും. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 12-ലേക്ക് സംക്രമിക്കുന്നത് ചെലവ് കൂടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അംഗീകാരങ്ങൾ നിഷേധിക്കപ്പെടുവാനുള്ള കാരണമാകും. കന്നിക്കൂറുകാർക്ക് വ്യാഴമാറ്റം ഗുണഫലങ്ങൾ ചെയ്യുന്നതായിരിക്കും. ആദിത്യ സഞ്ചാരത്താൽ അലച്ചിലുണ്ടാകും. ചൊവ്വ ഉത്രം 1-ാം പാദക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും. ശത്രുവിജയം വന്നു ചേരുന്നതാണ്. തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നൊരു സമയമായിരിക്കും. ഭാവി സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാഹചര്യം ഉണ്ടാകും. ഉത്രം 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്ക് ചൊവ്വ വാഗ്ദോഷം, ദേഹക്ലേശം, ഇച്ഛാഭംഗം ഇവയൊക്കെ ഉണ്ടാകാം. ഉത്രം നാളുകാരുടെ ഗ്രഹണശക്തി വർദ്ധിക്കും. പഠനത്തിൽ വളർച്ചയുണ്ടാകും. പ്രണയാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ പിണക്കം കുറയും, ഇണക്കം കൂടും. അതാണ് ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലം വരുന്നത്. തുടർന്ന് അത്തം നക്ഷത്രം. ജന്മത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം അലച്ചിൽ, ആലസ്യം, വിഭവനാശം ഇവയൊക്കെ ഉണ്ടാവും. മനസ്സന്തോഷം കുറയാം. ചൊവ്വ 2-ൽ സഞ്ചരിക്കുന്നത് മൂലം വാക്കിന് കുറച്ച് പൗരുഷം കൂടുതലായിരിക്കും. പറഞ്ഞത് തെറ്റായി മനസ്സിലാക്കപ്പെടാം. ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. തൊഴിൽ വളർച്ചയ്ക്ക് സാമാന്യമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും പ്രതീക്ഷിച്ചാൽ മതി ഈ ഒരു സമയം. പഠനത്തിൽ ശ്രദ്ധയുണ്ടാവണം. പ്രബന്ധ രചന പൂർത്തിയാക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചേക്കണമെന്നില്ല. ഒക്ടോബർ 18-ന് വ്യാഴം 11-ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ തന്നെ ഭൗതികമായിട്ടുള്ള മെച്ചം വരും. ധനമാർഗങ്ങൾ കൂടുതലായിട്ട് തുറന്നു കിട്ടും. അർഹത അംഗീകരിക്കപ്പെടും. സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാവും. കുടുംബസുഖം പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ പ്രിയജനങ്ങളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനൊക്കെ സാധിക്കും. തുടർന്ന് ചിത്തിര നക്ഷത്രം. ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നതാണ്. ഉറ്റവരുടെ പിന്തുണ കിട്ടും. പല പ്രവർത്തികളിലും ഒരേ കാലത്ത് ഏർപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് തീർക്കാൻ സാധിക്കും. എന്നാലും അതിനകത്ത് പറയുമ്പോഴോ അതിന് അർഹതപ്പെട്ട പ്രതിഫലം ലഭിക്കണമെന്നില്ല. ബിസിനസ്സിൽ കുറച്ചൊക്കെ ഉയർച്ച ഉണ്ടാകും. വായ്പകൾ ലഭിക്കുവാനും കുറച്ച് കാലതാമസമെടുക്കും. തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്ന് ഒപ്പമുള്ളവർ
അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ശത്രുതകളൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ ക്ഷോഭം അല്ലെങ്കിൽ കോപം നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. പഠനത്തിൽ ഉന്നതി കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളിൽ ചേരാനാകും. ഗാർഹികമായിട്ടുള്ള സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിച്ചാൽ മതിയാകും. സന്താനങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ ജോലിക്കാര്യത്താൽ ശുപാർശ ഫലിച്ചേക്കാം. ശുപാർശ വഴി ജോലികൾക്ക് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മകൾക്ക് കലാപരിശീലനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പണയത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ബാങ്കിലൊക്കെ വെച്ചിരിക്കുന്ന വസ്തുവിൻ്റെ വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സമയം. പുതിയ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ചോതി നക്ഷത്രം. കൃത്യനിഷ്ഠയിൽ വീഴ്ച വരുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. സമയബന്ധിതമായിട്ട് ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നത് കരുതലോടെ വേണം. ജന്മഭാവത്തിൽ ചൊവ്വയും 12-ലും ജന്മരാശിയിലും ആദിത്യനും സഞ്ചരിക്കുന്നത് അലച്ചിൽ, ദേഹക്ലേശം, ക്ഷോഭം, വിഭവനാശം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നവസംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. കൂട്ടുകച്ചവടമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരുടെ പിടിയിൽ ആയി പോകാതിരിക്കുവാനും കൂടെ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജാഗ്രത ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ്. കുടുംബത്തിൻ്റെ സഹകരണം കുറഞ്ഞിരിക്കും. ഉൽപ്പന്നങ്ങൾക്ക് മോഹവില നൽകി വാങ്ങേണ്ട സാഹചര്യം വന്നു ചേരും. വ്യാപാര രംഗങ്ങളിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ കരാറുകൾ ഒപ്പിടുമ്പോൾ വ്യവസ്ഥകൾ മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. സ്വജന പക്ഷപാതം ആരോപിക്കപ്പെടാം. ഭോഗസുഖം ഭവിക്കാം. പ്രണയാനുഭവങ്ങൾ ഒട്ടും തന്നെ കുറയില്ല. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായിട്ട് ലഭിക്കുവാനിടയുണ്ട്. വ്യാഴം 10-ാം ഭാവത്തിൽ മാറുന്നത് തൊഴിൽ സമ്മിശ്ര ഫലങ്ങൾക്ക് കാരണമായി തീരും. തുടർന്ന് വിശാഖ നക്ഷത്രം. നക്ഷത്രാധിപനായിട്ടുള്ള വ്യാഴത്തിന് ഉച്ചസ്ഥിതി വരുന്നത് കൊണ്ട് ആത്മബലം വരും. മാസാദ്യം കാര്യതടസ്സം, മനക്ലേശമൊക്കെ ഉണ്ടാവും. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ കുറച്ച് പരുങ്ങുന്ന സ്ഥിതി വന്നു ചേരും. ഉദ്യോഗസ്ഥർ കൂടുതൽ നേരം തൊഴിൽ സ്ഥാനത്ത് അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ ചെലവഴിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അധിക ചുമതലകൾ ഉണ്ടായേക്കും. വ്യാപാരത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സമയം തന്നെ ഇപ്പോഴും തുടർന്ന് പോകും എന്നുള്ളതാണ്. ഇനിയും തുടർന്ന് പോകും എന്നുള്ളതാണ്. കാര്യനിർവഹണത്തിനൊക്കെ യാത്രകൾ അനിവാര്യമായി വന്നേക്കും. ഗൃഹനിർമ്മാണം പുരോഗതിയിൽ വന്നു ചേരും. വിദേശത്ത് നിന്നും മക്കളുടെ സഹായം ലഭിക്കും. സർക്കാർ കാര്യങ്ങളിൽ നേടാനായി കുറച്ചധികം വാതിലുകൾ മുട്ടേണ്ട അല്ലെങ്കിൽ കടമ്പകൾ പലതും കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കലാപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. ആശയപ്രകാശനം അഭിനന്ദിക്കപ്പെടും. അനാവശ്യമായിട്ടുള്ള തിടുക്കം ഉപേക്ഷിക്കണം. സമ്പാദ്യശീലം പ്രാവർത്തികമാക്കേണ്ട ഒരു കാലഘട്ടം കൂടിയായിരിക്കും. തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രം. 10-ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യൻ 11-ൽ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ നേട്ടങ്ങളുണ്ടാവും. വ്യാപാരത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്രോതസ്സുകൾ തെളിയും. മത്സരത്തിൽ വിജയിക്കുവാൻ സാധിക്കും. സ്വാധികാരത്തിൽ സന്തോഷിക്കുന്നതാണ്. ചൊവ്വ 12-ൽ സഞ്ചരിക്കുന്നത് നല്ല ഫലങ്ങൾ സൃഷ്ടിക്കുകയില്ല. കലഹങ്ങൾക്ക് കാരണമുണ്ടാകും. ആവശ്യമില്ലാത്ത യാത്രകൾ, ദേഹക്ഷീണം ഇവ സാധ്യതകളാണ് വന്നു ചേരും. ഭൂമിയിൽ നിന്നും അധികം വരവുണ്ടാവുകയില്ല. ബുധൻ്റെ ആനുകൂല്യത്താൽ പഠനത്തിൽ ഉയർച്ചയുണ്ടാകും. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ്. വ്യാഴം ഉച്ചനായി 9-ലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഒക്ടോബർ 18-ന് ശേഷം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. പിതൃസ്വത്തിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനാവും. കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ കൈവരും എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെടാം. തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കും. പുരോഗതി എല്ലാ രംഗത്തും പ്രകടമായിട്ട് വരുന്നതാണ്. ബൗദ്ധികമായിട്ടുള്ള ഉണർവ് കർമ്മവിജയത്തിനൊക്കെ വഴി തെളിച്ചു തരും. മേലധികാരികളുടെ പിന്തുണയുണ്ടാകും. തൊഴിൽ യാത്രകൾ കൂടി വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾക്കായിട്ട് മാസത്തിൻ്റെ 2-ാം പകുതിക്ക് മേൽ പ്രാവർത്തികമാക്കി എടുക്കുവാൻ സാധിക്കും. അർഹതയുള്ളവർക്ക് അവസരങ്ങൾ ലഭിക്കാം എന്നുള്ളത് തന്നെ. കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയേക്കണമെന്നില്ല. പിതൃപുത്ര ബന്ധം അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഭവന നിർമ്മാണത്തിൽ തടസ്സങ്ങൾ വരാനിടയുണ്ട്. വ്യവഹാരങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. പ്രണയാനുഭവങ്ങൾ
നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. വ്യാഴം ഉച്ചസ്ഥനായിട്ട് 9ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതിനാൽ ഒക്ടോബർ 18 ശേഷം ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൃക്കേട്ട നക്ഷത്രത്തിന്. തുടർന്ന് മൂലം നക്ഷത്രം. ആദിത്യനും ബുധനും 10ലും 11ലും സഞ്ചരിക്കുന്നു. കാര്യവിജയം ഉണ്ടാകുമെന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ പുരോഗതിയിലേക്ക് വന്നു ചേരും. അധികാരികൾ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊള്ളും. സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അയവുണ്ടാകും. പ്രോജക്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലാണെങ്കിൽ ദിശാബോധം തെളിയും. പുതുവാഹനം വാങ്ങുന്ന ഒരു സമയം വന്നു ചേരും. ഭൂമി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാം. പ്രായോഗിക പരിചയം പലപ്പോഴും കാര്യവിജയത്തിന് കാരണമാകുന്നതായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ സംതൃപ്തി ഭവിക്കും. ബന്ധു തർക്കങ്ങൾക്ക് പരിഹരിക്കുന്നതിലൊക്കെ ജാഗ്രത വേണം. വ്യാഴം 7ാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുന്നത് കൊണ്ട് ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച ഫലം ഉണ്ടായെന്ന് വരില്ല ഈ ഒരു സമയം, ഒക്ടോബർ 18 ശേഷം. തുടർന്ന് പൂരാട നക്ഷത്രമാണ്. സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. സമൂഹത്തിൽ സ്വാധീന ശക്തി ഉയർന്നു തന്നെ നിൽക്കും. തൊഴിൽ തേടുന്നവർക്ക് അവസരം വന്നു ചേരുന്നതാണ്. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൂടുതലായിട്ട് ശ്രമിക്കും. നിലവിലെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുവാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാവും. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ വരുത്തുന്നതിനൊക്കെ ശ്രമിക്കുന്നതാണ്. വായ്പാ സഹായം പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കും. പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ശാസ്ത്രരംഗം, ഗവേഷണം എന്നിവയിലൊക്കെ താല്പര്യം കൂടുന്നൊരു സമയമാണ്. ഗാർഹിക അല്ലെങ്കിൽ കുടുംബപരമായിട്ട് സ്വസ്ഥത ഉണ്ടാവുന്ന സമയം. വ്യാഴമാറ്റം അഷ്ടമത്തിലേക്കാണ്, എന്നാൽ ഉച്ചരാശിയിലേക്കാണ് എന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കും. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. മക്കളുടെ കാര്യത്തിൽ ശുഭപ്രതീക്ഷകൾ ഉണ്ടാകും എന്നുള്ളതാണ്. തുടർന്ന് ഉത്രാടം നക്ഷത്രം. ധനുക്കൂറുകാർക്ക് ആദിത്യൻ 10ലും 11ലും സഞ്ചരിക്കുന്നത് അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ചെറുകിട സംരംഭങ്ങൾ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. മകരക്കൂറുകാർക്ക് കുടുംബത്തിൽ സമാധാനപരമായിട്ട് ഉള്ള പിന്തുണയുണ്ടാവും. തൽക്കാലം നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഉചിതമായിട്ട് വരുന്ന ഒരു കാര്യമല്ല. കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കുവാനുള്ള കരുതലുകൾ കൂടി ഉണ്ടാവണം. വാടക വീട് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. മക്കളുടെ വിവാഹ കാര്യത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. സ്വതന്ത്ര നിലപാടുകൾ ചില വേദികളിൽ ചോദ്യം ചെയ്യപ്പെടും. കലാപ്രവർത്തനത്തിന് ക്രമേണ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രണയിനികൾക്ക് മാസത്തിൻ്റെ 2ാം പകുതിക്ക് മേൽ ഗുണകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. തുടർന്ന് തിരുവോണം നക്ഷത്രം. കഷ്ടതകളും നഷ്ടങ്ങളും തുടരുമെങ്കിലും അവയ്ക്കൊക്കെ ഇടയിൽ സന്തോഷത്തിൻ്റെ ചെറിയ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. ആത്മവിശ്വാസം കുറയുന്നൊരു സമയമാണ്. കടബാധ്യതകൾ പരിഹരിക്കുവാൻ കൂടുതലായിട്ടുള്ള വഴികൾ തേടി പോകേണ്ട ഒരു സമയം. പുതിയ കാലത്തിൻ്റെ മാറ്റങ്ങൾ പുതിയ തലമുറയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട അവസ്ഥ. മാസത്തിൻ്റെ 2ാം പകുതിക്ക് ശേഷം കുറച്ചൊക്കെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരാം. വ്യാഴം 7ാം ഭാവത്തിലേക്ക് വരുന്നത് ദാമ്പത്യ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കും. നശിച്ചുപോയ പ്രണയാനുഭവങ്ങൾ വീണ്ടും അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ ലാഭം കൂടുവാനുള്ള ഇടയുണ്ട്. ആദിത്യൻ 10ാം ഭാവത്തിലെത്തുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് ഉന്മേഷം ഉണ്ടാകും. കൂടാതെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള ഒരു മനസ്സ് ഉയർത്തിയെടുക്കുവാൻ സാധിക്കും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകുന്നതുമായിരിക്കും. തുടർന്ന് അവിട്ടം നക്ഷത്രമാണ്. കുംഭക്കൂറുകാർക്ക് വിപരീത ഫലങ്ങൾ കൂടി ഉണ്ടാകുന്നൊരു സന്ദർഭമാണ്. ജോലിക്കാര്യം കുറച്ചൊക്കെ തടസ്സത്തിൽ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ശുപാർശകൾ വഴി ജോലിയിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങളിലൊന്നും പരിഗണിക്കപ്പെടുവാനുള്ള സാധ്യത കുറവാണ്. സ്വയം സംരംഭങ്ങൾ മൂലം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ചെലവഴിക്കുക എന്നുള്ളതൊക്കെ ക്ലേശകരമായിട്ടുള്ള ദൗത്യമായി തീരും. പഠനകാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉണർവുണ്ടാകുന്നൊരു സമയം.
കരാറുപരമായിട്ടുള്ള കാര്യങ്ങളിൽ പൂർത്തീകരിക്കുന്നതിന് സാധിക്കുന്നതാണ്. നിയമവശങ്ങളിലും സാങ്കേതിക കാര്യങ്ങളിലുമൊക്കെ ഒരു ഉത്സാഹപരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ഭവിക്കും. അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾക്കായിട്ട് സമയം നഷ്ടപ്പെടുത്തില്ല. വിദേശ യാത്രകൾക്ക് തടസ്സം വരാൻ ഇടയുണ്ട്. മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ 2ാം പകുതിയിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അനുരാഗം ദൃഢമുള്ളതായിത്തീരും. കൊടുക്കൽ വാങ്ങലുകളിൽ വിജയം കാണുവാൻ സാധിക്കും. തുടർന്ന് ചതയം നക്ഷത്രം. അഷ്ടമഭാവത്തിലും തുടർന്ന് 9ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന ആദിത്യൻ അനിഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും. ശമ്പള വർധനവ് പരിഗണിക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല. ശമ്പള വർധനവിന് കാലതാമസം ഉണ്ടാവും. പുതിയ ജോലിക്കായിട്ട് ശ്രമം തുടരേണ്ട ഒരവസ്ഥ ഉണ്ടാവും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും സാധിക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനകീയത കുറഞ്ഞു വരാൻ ഉള്ള സാഹചര്യമുണ്ട്. 9ാം ഭാവത്തിലെ ചൊവ്വ ഉപാസനാദികൾക്ക് വിഘ്നം ഏർപ്പെടുത്തുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവണം. പഠിപ്പിൽ ശ്രദ്ധ കുറയുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്ക്. സത്കാര്യങ്ങൾക്ക് നേരം കണ്ടെത്തും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾ സ്വീകാര്യമുള്ളതാക്കിയെടുക്കും. പുതിയ വീട് അല്ലെങ്കിൽ നിലവിലെ ഗൃഹം മാറി മറ്റൊരു ഗൃഹത്തിലേക്ക് വീട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. കലാപ്രവർത്തനത്തിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം. പ്രണയബന്ധങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. തുടർന്ന് വരുന്നത് പൂരുരുട്ടാതി നക്ഷത്രം. രാഹു പൂരുരുട്ടാതി 2ാം പാദത്തിൽ സഞ്ചരിക്കുന്നു. കൂടാതെ ശനി വക്രഗതിയിലായിട്ട് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4ാം പാദത്തിലേക്ക് ഒക്ടോബറിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രവേശിക്കുകയും ചെയ്യും. പലതരം സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ, സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെടാനുള്ള അവസ്ഥ, തീരുമാനങ്ങളിൽ നിന്നും പുറകോട്ട് മാറി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ശരിതെറ്റുകളെക്കുറിച്ച് സൂക്ഷ്മമായിട്ടുള്ള ബോധം കുറയും. ദേഷ്യ സ്വഭാവം വർദ്ധിക്കുവാനുള്ള ഇടയുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാവണം. ചെറുപ്പക്കാർ കൂട്ടുകെട്ടുകളിൽ കരുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണ്. വലിയ സംരംഭങ്ങൾ ആരംഭിക്കുക തൽക്കാലം ഉചിതമായിട്ട് കാണുന്നില്ല. നിലവിലെ പുതിയ ജോലി കിട്ടാതെ ഉപേക്ഷിക്കരുത്. അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയായിപ്പോൾ. അന്യദേശത്ത് പോകാനുള്ള അവസരം ഉണ്ടാവും. ജീവിതം മന്ദഗതി കൈക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സഹിഷ്ണുത വർദ്ധിക്കും എന്നുകൂടി ഓർമ്മിക്കുക. തുടർന്ന് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രം. ശനി ജന്മ നക്ഷത്രത്തിൽ നിന്നും മാറുന്നത് താത്കാലികമായിട്ടുള്ളൊരു ആശ്വാസം ഉണ്ടാക്കിത്തരും. കുടുംബ ജീവിതത്താൽ സമ്മർദ്ദം കുറയും. മക്കളുടെ കാര്യത്താൽ സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും. പുതിയ ഹ്രസ്വകാല കോഴ്സുകൾക്ക് ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ആദിത്യൻ 7ലും 8ലും സഞ്ചരിക്കുന്ന ഒരു സമയം തൊഴിൽ രംഗം അത്ര സംതൃപ്തി ഉണ്ടാക്കുന്നതായിരിക്കില്ല. സഹപ്രവർത്തകരിൽ നിന്നും സഹകരണം കുറയുന്നതായിരിക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ അവസരങ്ങൾ ഉടൻ തന്നെ കിട്ടണമെന്നില്ല. ശുപാർശകൾക്ക് ബലം കാണണമെന്നില്ല. ഒക്ടോബർ 20-ന് ശേഷം പരിശ്രമം ലക്ഷ്യം കാണാനുള്ള സാധ്യതകളുണ്ടാകും. കലാപഠനത്തിന് സാധ്യത കാണുന്നു. തീർത്ഥാടനത്തിനുള്ള സാഹചര്യമുണ്ടാകും. പ്രണയിനികൾക്കിടയിലെ തർക്കങ്ങൾ തീർത്തെടുക്കുവാൻ സാധിക്കും. വിവാഹ ആലോചനകൾ അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലെത്തും. സുഹൃത്തുക്കളുടെ സഹകരണവും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർന്ന് രേവതി നക്ഷത്രമാണ്. പാരമ്പര്യത്തിൽ അപമാനിക്കുന്ന സാഹചര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നിപുണയോഗം ബുദ്ധിയുണർന്ന് പ്രവർത്തിക്കുവാൻ സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം കരുതലുണ്ടായിരിക്കേണ്ട ഒരു സമയം. ജന്മനാട്ടിലെ ഉത്സവാഘോഷ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. പൂർവികമായിട്ടുള്ള സ്വത്ത് ഇപ്പോൾ വിൽക്കുന്നത് ലാഭകരം ആയി വരികയില്ല. സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചറിയാൻ പുതുതലമുറയെ ആശ്രയിക്കുന്നതായിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കലാപ്രസ്ഥാനങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നൊരു സമയമാണ്. അർഹതയില്ലാത്ത ആൾക്കാർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നതിൽ വിഷമിക്കും. മത്സരങ്ങളിൽ സ്വന്തം കഴിവ് മുഴുവനായിട്ടും പ്രകടിപ്പിക്കുവാൻ
കഴിയുകയില്ല. സഹോദരങ്ങളുടെ സഹായം ലഭിക്കും. ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമായിട്ട് വരുന്നൊരു സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാനും വഴികൾ തുറന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലാണ് 27 നക്ഷത്ര ജാതകർക്കും ഒക്ടോബർ മാസത്തിൽ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.